നീതുവിൻ്റെ ഏട്ടനും ഫ്രണ്ട്സും കൂടെ കളിയാക്കുന്നുണ്ട്. അപ്പോൾ നിധി ഓഫീസിലേക്ക് പോകുന്ന ടൈമിൽ വന്നിട്ട് ഒരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ അപ്പോഴാണ് കളിയാക്കുന്നത്. അഞ്ജലി എന്നൊക്കെ പറഞ്ഞിട്ട് 5 ആണുങ്ങളുടെ കൂടെ താമസിക്കുന്നതുകൊണ്ട് അഞ്ജലിന്ന് പേര് ഇടണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കരഞ്ഞിട്ട് അങ്ങനെ വീട്ടിലേക്ക് പോവുകയാണ്. വീടെത്തിയത് നികേഷ് ചോദിക്കുന്നുണ്ട്, എന്താ ഇടത്തിൽ തിരിച്ചു വന്നത്, കളവാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കളിയാക്കിയിട്ട്. അങ്ങനെ സുഭാഷും സുധീഷൊക്കെ ചോദിക്കുന്നുണ്ട്, എന്താ നിധി കരയുന്നത്, എന്താണ് ഓഫീസിൽ വല്ല പ്രോബ്ലം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ അവൾ കാര്യം പറയുന്നുണ്ട്. നീതുവിൻ്റെ ഏട്ടൻ എന്നെ ഇങ്ങനെ കളിയാക്കി, ആളാണ് തുടങ്ങി വെച്ചത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ സുധീഷിന് ദേഷ്യം വന്നിട്ട് നിധിയുടെ കയ്യും പിടിച്ച് അങ്ങനെ ഇറങ്ങുന്നുണ്ട്. അങ്ങനെ ഹരീഷിനെയും ഫോൺ വിളിച്ചിട്ട് കവലയിലേക്കൊന്ന് വാ, ഒരു പ്രശ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ പോയി ബസ് സ്റ്റോപ്പ് എത്തിയതും നീതുവിൻ്റെ ഏട്ടനെ ചാടി അടിക്കുന്നുണ്ട്. അങ്ങനെ സുഭാഷും പോയി അടിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഹരീഷ് വരുന്നുണ്ട്. ഹരീഷ് വന്നിട്ട് ഹരീഷിൻ്റെ വണ്ടീൻ്റെ മേലേക്ക് അവൻ തള്ളിയിടുമ്പോൾ സുധീഷ് ചെന്ന് വീണതും അവന് ദേഷ്യം വന്ന് ഓടി കയറി അടിക്കുന്നുണ്ട്. അങ്ങനെ നികേഷും എല്ലാവരും ചേർന്ന് അടിക്കുകയാണ് അവനെ. അത് കണ്ടിട്ട് അച്ഛനും വരുന്നുണ്ട്. അച്ഛൻ വന്നിട്ട് കൊടുക്കട എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവനെ അടിച്ച് എന്താ പറയുക, അങ്ങനെ തല്ലി ഒരുവിധം ആക്കി വിടുന്നുണ്ട്. അങ്ങനെ അവൻ നീതുവിൻ്റെ ഏട്ടൻ വീടെത്തിയതും പിന്നെ അതിനിടയ്ക്ക് നീതുവിൻ്റെ ഏട്ടൻ്റെ അടുത്ത് മാപ്പൊക്കെ ചോദിക്കാൻ പറയുന്നുണ്ട്. ഞങ്ങളുടെ ഏട്ടത്തിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഹരീഷൊക്കെ പറയുന്നുണ്ട്. പിന്നെ നീതുവിൻ്റെ ഏട്ടൻ വീടെത്തിയതും അവൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട്, എന്താ മോനെ പറ്റി, ബൈക്കിൽ നിന്ന് വീണു, എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവളുടെ കാമുവിൻ്റെ ഏട്ടന്മാരും എല്ലാവരും കൂടെ വന്ന് അടിച്ചതാണ് എന്നൊക്കെ പറയാണ്. അപ്പോൾ നീതു പറയുന്നുണ്ട്, അങ്ങനെ അവർ വെറുതെ ഒന്നും വന്ന് അടിക്കില്ല, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടാവും, നീ എന്തെങ്കിലും പറയാൻ പോയിട്ടുണ്ടാവും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്തിട്ടാണ് അവിടെ വർത്താനം പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് തല്ലാൻ പോകുന്നുണ്ട് നീതുവിനെ. അങ്ങനെ നീതുവിൻ്റെ അമ്മ സ്റ്റേഷനിൽ പോയിട്ട് കേസ് കൊടുക്കുകയാണ്. കേസ് കൊടുത്തിട്ട് പിന്നെ അങ്ങനെ നിധിയുടെ അടുത്ത് ഹരീഷ് മാപ്പൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ കാരണമല്ലേ, ഞാൻ നീതുവിനെ സ്നേഹിച്ചത് കൊണ്ടല്ലേ ഇടത്തിയോട് അവരെങ്ങനെ പെരുമാറിയത്, സോറി ഇടത്തി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നീ സോറി പറയേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പോലീസ് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹരീഷിനെ കുറ്റം പറഞ്ഞിട്ട് നീതുവിൻ്റെ അമ്മയും ഏട്ടനൊക്കെ പറയുന്നത് കേട്ടപ്പോൾ നിധി ഉള്ളിൽ നിന്ന് വന്നിട്ട് പറയുന്നുണ്ട്, ഞാനിങ്ങനെ ഓഫീസിലേക്ക് പോകുന്ന ടൈമിൽ എന്നെ ഇവർ കളിയാക്കി, ഇങ്ങനെയൊക്കെ ഉണ്ടായ സംഭവം, അതുകൊണ്ടാണ് അവർ അടിക്കാൻ പോയത്, അല്ലാതെ വെറുതെ കയറിപ്പോയി അടിച്ചതല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അവിടേക്ക് നീതുവും വരുന്നുണ്ട്. നീതുവും വന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ഹരീഷിനെ സ്നേഹിക്കുന്നുണ്ട്, ഞങ്ങൾ സ്നേഹിക്കുന്നത് വീട്ടുകാർക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് അവർ അതിനെ മുടക്കാൻ നോക്കുകയാണ്, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. ഒരു പെണ്ണിനെ ബസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആരായാലും പോയി അടിക്കും സാറേ എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ പോലീസ് പറയുന്നുണ്ട്, ഇവരിങ്ങനെ പറയുമ്പോൾ നമുക്കിതിൽ എങ്ങനെ കേസ് എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.